ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ ടീം, ഇന്ത്യ സ്ക്വാഡ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ടീം റിവ്യൂ ആണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ആക്ച്വലി ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ IPL-ന്റെ ഒരു അവസാന ഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് IPL-ന്റെ സമയമല്ലേ, IPL പ്ലേ ഓഫിലേക്ക് കടക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കൂടുതൽ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള മാച്ചസ് നടക്കുന്ന സമയത്ത് വെറുതെ ഒരു ഇന്ത്യൻ ടീമിന്റെ ഒരു വീഡിയോയും കൂടെ ഇടയ്ക്ക് മെർജ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്, ഇടയ്ക്ക് കുത്തിക്കേറേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്. അതായത് IPL ഒക്കെ തീർന്നിട്ട് നമ്മുടെ ഒരു ഇംഗ്ലണ്ട് സീരീസ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു മാച്ച് പ്രിവ്യൂ അല്ല, കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇംഗ്ലണ്ടിന്റെ ടീമിനെ പറ്റിയൊന്നും നമ്മൾ പരാമർശിക്കുന്നില്ല. നമ്മൾ ആ ഒരു ഇന്ത്യൻ ടീമിന്റെ റിവ്യൂ, അതുപോലെ തന്നെ അവർക്ക് എങ്ങനെ ആ ഒരു ഫസ്റ്റ് മാച്ചിൽ എങ്ങനെ അവരൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11 എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. തീർച്ചയായിട്ടും പരമ്പര തുടങ്ങുന്നതിന് തലേ ദിവസം നമ്മൾ ഒരു കോംപ്രിഹെൻസീവ് മാച്ച് പ്രിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ IPL പോസ്റ്റ് സീസൺ റിവ്യൂ സീരീസിൽ 3 ടീമിനെ മാത്രമേ നമ്മൾ റിവ്യൂ ചെയ്തുള്ളൂ. അവിടെ അതിന് പ്രധാനമായിട്ട് 2 റീസണാണുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി സംബന്ധമായ ചില യാത്രകൾ കാരണം കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു 3 ടീം ചെയ്തതിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് മാത്രമേ അത്യാവശ്യം വ്യൂസ് വന്നിട്ടുള്ളൂ. അപ്പോൾ അധികം ആരും കാണുന്നില്ല എന്നൊരു ഫീല് കിട്ടി. കാരണം നമ്മൾ ചെയ്തത് രാജസ്ഥാൻ റോയൽസിനെയും KKR-നെയാണ്. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ടീമുകളാണ്. പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. IPL കഴിഞ്ഞതുകൊണ്ടാവും ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഇനി അത് ബാക്കി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എന്തായാലും ആ തിരക്കൊക്കെ ഒരു ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ടെസ്റ്റ് സീരീസിനായിട്ട് ഒരു 18-അംഗ ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സീരീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഇല്ല, അതുപോലെ തന്നെ രവിചന്ദ്രൻ അശ്വിൻ ഇല്ല, അതുപോലെ രോഹിത് ശർമ്മ ഇല്ല. അപ്പോൾ ഈ 3 താരങ്ങളും ഇന്ത്യയുടെ കഴിഞ്ഞ ഒരു BGT സീരീസ് കഴിഞ്ഞിട്ട് പിന്നീട് വിരമിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ന്യൂ ലുക്ക് സ്ക്വാഡാണ്. അപ്പോൾ ക്യാപ്റ്റൻസി ചേഞ്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ട്രാൻസിഷൻ, ഒരു തലമുറ മാറ്റം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ക്വാഡ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപ്റ്റനിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഇടയ്ക്ക് വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ ആയിരുന്നു. ഇന്ത്യയെ ടെസ്റ്റിൽ ബുംറ നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ BGT സീരീസിൽ ഇന്ത്യ ജയിച്ച മത്സരം ബുംറയാണ് നയിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഒരു സോൾഡ് ക്യാപ്റ്റൻസി ചോയ്സ് തന്നെ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പിന്നീട് ജസ്പ്രീത് ബുംറ ക്യാപ്റ്റൻ ആയില്ല? അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീരീസിൽ തന്നെ ബുംറ 5 മത്സരങ്ങളിൽ 3 എണ്ണം മാത്രമേ കളിക്കുകയുള്ളൂ. നമുക്കറിയാം വർക്ക് ലോഡിന്റെ ഇഷ്യൂ ഉണ്ട്. BGT-യിൽ തന്നെ അവസാനം പരിക്കേറ്റാണ് ബുംറ മടങ്ങിയത്. അങ്ങനെ വരുമ്പോൾ ബുംറയെ ക്യാപ്റ്റൻ ആക്കിയാൽ പിന്നെ ബാക്കി 2 മത്സരങ്ങളിൽ മറ്റൊരു ക്യാപ്റ്റനെ അവർക്ക് തേടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അവര് ബുംറയെ പരിഗണിക്കാതിരുന്നത്. പിന്നീട് ആ ഒരു റോൾ എന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ലിലേക്ക് എത്തി. ഗില്ലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗില്ല് യങ് ആണ്, ഒരു ലോങ് ടൈം ക്യാപ്റ്റൻ എന്ന രീതിയിലാണ് നമ്മുടെ ഗില്ലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഒരു പ്രൂവ് ചെയ്തിട്ടുള്ള ക്യാപ്റ്റൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ GTA IPL നന്നായിട്ട് നയിച്ചിട്ടുണ്ട്. ഈ സീസണിലും ക്യാപ്റ്റൻസി ഡീസന്റ് ആയിരുന്നു. പക്ഷെ ഒരു ഇന്ത്യൻ കളറിൽ പ്രത്യേകിച്ച് അത് മാത്രമല്ല, ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഗിൽ എങ്ങനെ ഫെയർ ചെയ്യും, അതുപോലെ തന്നെ സേന കൺട്രീസിൽ അത്ര മികച്ച റെക്കോർഡുള്ള പ്ലെയർ അല്ല ബാറ്റിംഗ് വൈസ് ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്റിങ്ങിന്റെ ഒരു ആഡ് പ്രഷർ കൂടി ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ബാറ്റ് ചെയ്യും, തൻ്റെ ആ ഒരു പ്രൈമറി സ്കിൽ സെറ്റിനെ എങ്ങനെ ശുഭ്മാൻ ഗില്ല് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതുപോലെ തന്നെ ക്യാപ്റ്റൻസി എങ്ങനെ കൈകാര്യം ചെയ്യുന്നതൊക്കെ കാണാൻ ഞാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നീട് എന്തായാലും ബുംറയെ പരിഗണിക്കാതെ ഗില്ലിനെ പരിഗണിച്ചതിന്റെ കാരണം ഇതാണ്. ഇനി നമുക്ക് ടീമിലേക്ക് പരിഗണിക്കപ്പെടാതെ പോയവർ, അതായത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടീമിൽ വേണമെന്ന് തോന്നിയ ഒരാളായിരുന്നു ശ്രേയസ് അയ്യർ. ഇപ്പോൾ ശ്രേയസ് അയ്യരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ 3 ഫോർമാറ്റിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ, ടെസ്റ്റിൽ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നില്ല, പക്ഷേ ഡൊമസ്റ്റിക്കിൽ നല്ല പ്രകടനമാണുള്ളത്. പിന്നെ IPL-ലെയും അതുപോലെ തന്നെ ഏകദിനത്തിലൊന്നും കാര്യം പറയേണ്ട കാര്യമില്ല, ടോപ്പ് ഫോമിലാണുള്ളത്. പഞ്ചാബ് കിങ്സിനെ ഫൈനലിൽ എത്തിക്കാൻ അയ്യറിനായി. എന്നാൽ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ അയ്യറിനെ ചൂസ് ചെയ്യാത്തതിനുള്ള കാരണം ഒരുപക്ഷെ ആ ഒരു ഡിഫൻസീവ് അങ്ങനത്തെ ഒരു ഡിഫൻസീവ് ആ ഒരു കൈൻഡ് ഓഫ് ബാറ്റർ അല്ലാത്തതുകൊണ്ടായിരിക്കാം അയ്യറിനെ ചൂസ് ചെയ്യാതിരുന്നത്. പക്ഷേ എനിക്ക് അയ്യർ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും അയ്യർ കളിച്ചു കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ സീരീസിൽ അല്ലെങ്കിൽ അടുത്ത സീരീസിൽ ശ്രേയസ് അയ്യറിന് ചാൻസ് കിട്ടുമെന്നും ആ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ട് സിമെന്റ് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും അത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ക്വാഡിൽ കാണാൻ ആഗ്രഹമുള്ളൊരു പ്ലെയർ അയ്യറായിരുന്നു. പിന്നീട് ഒരു നോട്ടബിൾ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് സർഫറാസ് ഖാനാണ്. ഇപ്പോൾ സർഫറാസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കലി ഹെവി റെക്കോർഡാണ്. അപ്പോൾ ടീമിൽ എടുക്കാത്തതിന് ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. അതായത് സർഫറാസിനെ എന്തുകൊണ്ട് ടീമിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറേ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഇന്ത്യൻ ടീമിൽ കയറുകയും തുടക്കം നല്ല പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ആ ഒരു ഫോം നിലനിർത്താൻ സർഫറാസിനായില്ല. സർഫറാസ് ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ എക്ക് വേണ്ടി നല്ല പ്രകടനമാണ് സർഫറാസ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിൽ പോയിരുന്നു, ഇന്ത്യ ടീമിന് വേണ്ടി കളിച്ചു. അപ്പോൾ എന്തായാലും പക്ഷേ ഈ ഒരു 18 മെമ്പർ സ്ക്വാഡിൽ സർഫറാസ് ഇല്ല. ഒരുപക്ഷെ ഇനി ആർക്കെങ്കിലും പരിക്കേറ്റാൽ സർഫറാസ് വന്നേക്കാം എന്നല്ലാതെ സർഫറാസ് അതുപോലെ തന്നെ ഒരു നോട്ടബിൾ എക്സ്ക്ലൂഷൻ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.
ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരുപാട് ഇപ്പോൾ ഇന്ത്യയുടെ T20 ടീമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം 2 വ്യത്യസ്ത T20 ടീമിനെ ഫീൽഡ് ചെയ്യാൻ പറ്റും. ഏകദിനത്തിൽ നമുക്കത് ട്രൈ ചെയ്യാം. എന്നാൽ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഷുവറായിട്ട് ഡൊമസ്റ്റിക്കിൽ നന്നായിട്ട് കളിക്കുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ T20യുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഏതൊരു ടീമിനെ ഇറക്കിയാലും വേണമെങ്കിൽ 3 സ്ഥലത്തേക്ക് 3 ടീമിനെ വിടാമെന്നുള്ള രീതിയിലൊന്നും നമുക്ക് റെഡ് ബോളിൽ ഇന്ത്യൻ ടീമിന്റെ കാര്യത്തിൽ പറയാൻ സാധിക്കില്ല. ഇനി നമുക്ക് ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട, അതായത് ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങൾക്ക് റിവാർഡായിട്ട് 2 പേർക്ക് പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് അഭിമന്യു ഈശ്വരൻ, പിന്നീട് കരുൺ നായർ. അഭിമന്യു ഈശ്വരൻ നമുക്കറിയാം കൺസിസ്റ്റന്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് ഒരു 75 ആവറേജിലാണ് ഡൊമസ്റ്റിക്കിൽ അഭിമന്യു ഈശ്വരൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കരുൺ നായർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി ഉള്ള താരമാണ്, പക്ഷേ പിന്നീട് ഇന്ത്യൻ ടീമിൽ അങ്ങനെ ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്രിക്കറ്റിനോട് ഒരു ചാൻസ് കൂടെ തരൂ എന്നുള്ള ഒരു ട്വിറ്റർ പോസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഡൊമസ്റ്റിക്കിൽ കളിച്ച് നന്നായിട്ട് പെർഫോം ചെയ്ത് ഒടുവിൽ കരുൺ നായർ ഒരു സുപ്രധാന സീരീസിൽ ടീമിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത വഴി പ്ലേയിങ് ലെവലിൽ എത്താനും ഹൈ ചാൻസ് ഉള്ള പ്ലെയറാണ് കരുൺ നായർ. അപ്പോൾ ആ 2 താരങ്ങളെയാണ് ഒരു ഡൊമസ്റ്റിക് പെർഫോമൻസിന്റെ പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ സായ് സുദർശൻ ഒരു നോട്ടബിൾ ഇൻക്ലൂഷൻ ആണ്. സായ് സുദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കിൽ അങ്ങനെ ഇപ്പം നമ്മൾ അഭിമന്യുവിന്റെ കാര്യം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കരുൺ നായരുടെ കാര്യം എടുക്കുമ്പോഴോ പറയുന്ന പോലുള്ള ഒരു സ്റ്റെല്ലർ റെക്കോർഡൊന്നും ഇല്ലെങ്കിലും കൂടുതൽ IPL ആ ഒരു പ്രകടനത്തിന്റെ പേരിലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡൊമസ്റ്റിക്കിൽ ഡീസന്റ് പ്ലെയർ ആണെങ്കിൽ പോലും മറ്റ് 2 പേരെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു ഹൈ ഫ്ലൈങ് സീസൺ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ IPL നന്നായിട്ട്, അതായത് IPL അങ്ങനെ ഇപ്പോൾ ഒരു ഡാഷർ ഒന്നും അല്ല സായ് സുദർശൻ. അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ട് ഒരു ഒതന്റിക് ക്രിക്കറ്റ് ഷോട്ട്സ് കളിക്കുന്ന പ്ലെയർ ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സായ് സുദർശനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സായ് സുദർശന്റെ കാര്യം. ഇനി നമ്മൾ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ. ഗില്ല് ക്യാപ്റ്റൻ ആകുമ്പോൾ പന്ത് വൈസ് ക്യാപ്റ്റൻ ആണ്. അത് ഏകദേശം ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് തന്നെയായിരുന്നു. ഇപ്പോൾ ഗില്ല് ക്യാപ്റ്റൻ ആകുമ്പോൾ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ആവുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഇനി നമുക്ക് ബാറ്റേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ക്യാപ്റ്റൻ ഗില്ലുണ്ട്, അതുപോലെ തന്നെ ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, അഭിമന്യു ഈശ്വരൻ, കരുൺ നായർ. ഇത്രയാണ് സ്പെഷ്യലിസ്റ്റ് ബാറ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. വിക്കറ്റ് കീപ്പേഴ്സ് ആയിട്ട് ഋഷഭ് പന്ത് ഉണ്ട്, അതുപോലെ തന്നെ ധ്രുവ് ജുറൽ ഉണ്ട്. പിന്നീട് നമ്മളിപ്പോൾ ഈ ഒരു ഓൾറൗണ്ടർ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 പേരെ നമുക്ക് പറയാൻ പറ്റും. നിതീഷ് കുമാർ റെഡ്ഡി, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ഷർദുൽ താക്കൂർ. ഇതിൽ ജഡേജ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഇപ്പോൾ ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ടാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ ബാറ്റിംഗിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സീരീസ് ഒക്കെ നോക്കിയാൽ ഇന്ത്യയിലെ സ്പെഷ്യലിസ്റ്റ് ബാറ്റേഴ്സിനേക്കാൾ മികച്ച റെക്കോർഡ് ജഡേജയ്ക്ക് ഉണ്ട്. അപ്പോൾ ജഡേജ നമുക്കൊരു പ്രോപ്പർ ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിട്ട് തന്നെ വേണമെങ്കിൽ കൂട്ടാം. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബെസ്റ്റ് സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ബാറ്റിംഗ് തന്നെയാണ്. അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ ആയി കഴിഞ്ഞാലും അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യും, ബോൾ ചെയ്യും. ഇനി ഷർദുൽ താക്കൂറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബോളിംഗ് ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാം. അതായത് അത്യാവശ്യം നല്ല നോക്സ് ഒക്കെ ഇംഗ്ലണ്ടിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നോക്സ്, ഒരു എക്സ്പ്ലോസീവ് നോക്ക് ടെസ്റ്റിൽ കളിക്കാൻ കഴിയുന്ന ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ് ഷർദുൽ താക്കൂർ. ഇനി നമുക്ക് സ്പിന്നേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുൽദീപ് യാദവ് മാത്രമാണ് ലോൺ സ്പിന്നർ ആയിട്ടുള്ളത്. പിന്നെ ജഡേജ ഉണ്ടല്ലോ, അപ്പോൾ 2 പേരുണ്ട്. പിന്നീട് ഫാസ്റ്റ് ബോളേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറ 3 മത്സരങ്ങൾ മാത്രമേ കളിക്കുകയുള്ളൂ. ബാക്കി സീമേഴ്സ് ആയിട്ടുള്ളത് മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ആകാശ് ദീപ്, അർഷ്ദീപ് സിംഗ് എന്നിവരാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു 18 അംഗ സ്ക്വാഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പ്ലേയിങ് 11ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ എങ്ങനെയായിരിക്കും, അത് ഞാൻ എൻ്റെ ഒരു പ്ലേയിങ് 11 ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി ഫസ്റ്റ് മാച്ചിൽ മാത്രമേ അവർ ഏതൊരു രീതിയിലാണ് ഇതിനെ ഒരു അപ്രോച്ച് ചെയ്യാൻ നമുക്ക് ഫൈനലൈസ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പ്ലേയിങ് 11 ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പണേഴ്സ് ആയിട്ട് ജയ്സ്വാളും രാഹുൽ തിരികെ ഓപ്പണിംഗിൽ തന്നെ എത്താനാണ് ചാൻസ്. ജയ്സ്വാൾ അറിയാലോ, ഷോർട്ട് ഓപ്പണറാണ്. രാഹുൽ മിഡിൽ ഓർഡറിലും ഓപ്പണിംഗിലും ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സീരീസിൽ മിക്കവാറും ഓപ്പണർ തന്നെ ആവാനാണ് ചാൻസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിമന്യു ഈശ്വരനെ അവരൊരു ബാക്കപ്പ് ഓപ്പണറായിട്ടായിരിക്കും പരിഗണിക്കുക. ഇനി വേണമെങ്കിൽ നമ്പർ 3യിൽ കളിപ്പിക്കാൻ കഴിയുന്ന പ്ലെയർ ആണെങ്കിലും മിക്കവാറും ബാക്കപ്പ് ഓപ്പണർ ആയിരിക്കും. പിന്നെ നമ്പർ 3യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്ലേയിങ് 11 ഇട്ടിരിക്കുന്നത് കരുൺ നായരെയാണ്. അവർക്ക് ഓപ്ഷനായിട്ട് സായ് സുദർശൻ ഉണ്ട്, വേണമെങ്കിൽ അഭിമന്യു ഈശ്വരനെയും കളിപ്പിക്കാം. എങ്കിലും അവർ ഇന്ത്യക്ക് വേണ്ടി കളിച്ചൊരു പ്രകടനവും അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കിലൊക്കെ വെച്ചിട്ട് ഞാൻ 3ാം നമ്പറിലാണ് കരുൺ നായരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി 4ാം നമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ കൂടിയായ ഗില്ലായിരിക്കും ആ സ്ഥാനത്ത് ഇറങ്ങുക. വിരാട് കോഹ്ലി ഒഴിച്ചിട്ട പ്ലേസ് ആണ്. നമുക്കറിയാം നേരത്തെ അത് സച്ചിൻ കളിച്ചിരുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അവിടെ നിന്നൊരു സീംലെസ് ആയിട്ട് തന്നെ അത് വിരാട് കോഹ്ലിയിലേക്ക് ഒരു ട്രാൻസിഷൻ സംഭവിച്ചു. എന്നാൽ ഇനി വിരാടിൽ നിന്ന് ഗില്ലിലേക്ക് ആ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ വരുമോ? നമുക്ക് നേരത്തെ അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. സച്ചിനിൽ നിന്ന് നേരെ വിരാടിലെത്തി. ഇനി അത് അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് ഗില്ലിലേക്ക് എത്തുമോ, ഗില്ലിന് അതുപോലെ കളിക്കാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. നമ്പർ 5 ഋഷഭ് പന്ത്. ഷുവർ ഷോട്ട് ചോയ്സ് ആണ് ഋഷഭ് പന്ത് എന്ന് പറയുന്നത്. ലിമിറ്റഡ് ഓവേഴ്സിൽ വൈറ്റ് ബോളിൽ അത്രയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഋഷഭ് പന്ത് മസ്റ്റ് ഹാവ് പ്ലെയർ ആണ്. കാരണം തൻ്റെ ഒരു ബാറ്റിംഗ് കൊണ്ട് മത്സരത്തിന്റെ വിധി തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ടെസ്റ്റിൽ ഒരു എക്സ് ഫാക്ടർ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്ലെയർ ആണ് പന്ത്. 6ാം നമ്പറിൽ ഞാൻ ഇട്ടിരിക്കുന്നത് രവീന്ദ്ര ജഡേജയാണ്. ജഡേജ വേണമെങ്കിൽ 5ാം നമ്പറിലും ട്രൈ ആവുന്നതാണ്. 7ാം നമ്പറിൽ ഞാൻ ഇട്ടിരിക്കുന്നത് നിതീഷ് റെഡ്ഡിയാണ്. നിതീഷ് റെഡ്ഡി ഒരു പ്രൈമറി സ്കിൽ സെറ്റ് ബാറ്റിംഗ് ആണെങ്കിലും ഒരു മീഡിയം പേസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
ഇനി നമ്മൾ ബോളേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 8ാം നമ്പറിൽ ഇട്ടിരിക്കുന്നത് ഷർദുൽ താക്കൂറിനെയാണ്. ആ ഒരു ബാറ്റിങ്ങിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ 8ാം നമ്പറിൽ ബുംറ ഇറങ്ങേണ്ടി വരും. പിന്നീട് അങ്ങോട്ട് ഒരു ലോങ് ടെയിൽ ഫോം ചെയ്യും. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം റൺസ് എടുക്കണമെങ്കിൽ അറിയാലോ, സീമിംഗ് കണ്ടീഷൻ ആണ്, നന്നായിട്ട് ബോൾ സ്വിങ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാറ്റിംഗ് കുറച്ചുകൂടെ ശക്തിപ്പെടുത്താനായിട്ടാണ് ഞാൻ ഷർദുൽ താക്കൂറിനെ 8ാം നമ്പറിൽ ഇട്ടിരിക്കുന്നത്. ഇന്ത്യൻ ടീം അങ്ങനെ തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുക എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ല. എങ്കിലും ഞാൻ 8ാം നമ്പറിലാണ് ഷർദുലിനെ ഇട്ടിരിക്കുന്നത്. പിന്നീട് 9ാം നമ്പറിൽ ബുംറയാണ്. 10ാം നമ്പറിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ 3 പ്ലേയേഴ്സ് കേപ്പബിൾ ആയിട്ടുണ്ട്. സിറാജ്, പ്രസീദ്, ആകാശ്ദീപ്. ആരെ എടുക്കും എന്നുള്ള കാര്യം എനിക്കൊരു കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ അവിടെ ഒഴിച്ചിട്ടിരിക്കുന്നത്. 11ാം നമ്പർ അർഷദീപിനെ ഞാൻ മസ്റ്റായിട്ട് പ്ലേയിങ് 11ൽ ഇൻക്ലൂഡ് ചെയ്യും. വേണമെങ്കിൽ പറയാം ഇപ്പോൾ ആകാശ്ദീപിനെ, സിറാജിനെ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ 3 പേരിൽ 2 പേരെ ഇട്ടൂടെ, അർഷദീപിനെ കളിപ്പിക്കാതെ എന്ന് ഒരു ചോദ്യം വരാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അർഷദീപ് തീർച്ചയായിട്ടും ഈ ഒരു ആദ്യ മത്സരം തന്നെ കളിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിങ്ങിനെ പിന്തുണയ്ക്കുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് ഹാം ആംഗിളിൽ 2 വശത്തേക്കും ബോൾ സ്വിങ് ചെയ്യിക്കാൻ കഴിവുള്ള ബോളറാണ് അർഷദീപ്. ഇപ്പൊ നമ്മൾ ആകാശ്ദീപിന്റെയും മുഹമ്മദ് സിറാജിന്റെയും പ്രസീദ് കൃഷ്ണയുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഹിറ്റ് ഡ കൈൻഡ് ഓഫ് ബോളേഴ്സ് ആണ്. അവരെ ഒരു നാച്ചുറൽ സ്വിംഗ് ബോളേഴ്സ് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അവർ കൂടുതലും സീം ബോളിംഗ് ആണ്. പക്ഷേ ആ ഒരു പ്രോപ്പർ സ്വിംഗ് ബോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടീമിൽ അർഷദീപാണ്. അതായത് ആ ഒരു 2 സൈഡിലേക്കും, ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് 2 സൈഡിലേക്കും സ്വിംഗ് ചെയ്യാൻ കഴിയുന്ന ബോളറാണ് അർഷദീപ്. പിന്നീട് ഇപ്പൊ അർഷദീപിന് നമ്മുടെ ഈ ഒരു കണ്ടീഷൻസിൽ കളിച്ച് പരിചയമുണ്ട്. അതായത് കൗണ്ടി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടീഷൻസും പരിചിതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ടീമിൽ അർഷദീപ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതുപോലെ തന്നെ കരുൺ നായരുടെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയത്, കരുൺ നായരും കൗണ്ടി ക്രിക്കറ്റിൽ റീസെന്റ് ആയിട്ട് കളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്ലേയിങ് 11 എന്ന് പറയുന്നത്. ജയ്സ്വാൾ, രാഹുൽ, കരുൺ, ഗിൽ, പന്ത്, ജഡേജ, നിതീഷ്, ഷർദുൽ, ബുംറ, സിറാജ്, പ്രസീദ്, ആകാശ്ദീപ്. ഇനി ബുംറ കളിക്കാതെ 2 മത്സരങ്ങളിൽ ഈ താഴെയുള്ളവരിൽ നിന്ന് ഒരാൾക്കൂടെ എക്സ്ട്രാ ചാൻസ് കിട്ടും. 11ാമനായിട്ട് അർഷദീപ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്ലേയിങ് 11 എന്ന് പറയുന്നത്. പിന്നീട് ഈ സീരീസിൽ ഇന്ത്യയുടെ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫാണ്. തീർച്ചയായിട്ടും എഡ്ജ് ഇംഗ്ലണ്ടിലാണ്. ആ ഒരു ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വെനം നമുക്ക് തോന്നില്ല. ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ബുംറ അറിയാലോ, എവർ റിലയബിൾ ആണ്. അതുപോലെ തന്നെ അർഷദീപ് നന്നായിട്ട് കളിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നീട് ഇപ്പോൾ സിറാജ് ഉണ്ട്, പ്രസീദൊക്കെ നല്ല ഫോമിലാണ് വരുന്നത്. അതുപോലെ തന്നെ ആകാശ്ദീപ് ഉണ്ട്. അപ്പോൾ പേസ് ബോളിങ്ങിനെ സംബന്ധിച്ച് ഇപ്പോൾ ഷമിയുടെ എക്സ്ക്ലൂഷൻ മാത്രമാണ് ഇന്ത്യ കുറച്ചൊന്ന് പിന്നോട്ട് വലിക്കുന്നത്. ഷമി ഇൻക്ലൂഡ് ആവാത്തതിൽ ഒരു സർപ്രൈസ് ഒന്നുമില്ല. കാരണം ഒരു ഫിറ്റ്നസ് ഇഷ്യൂസ് തന്നെയാണ്. IPL-ലും IPL കളിക്കുന്ന പോലെ ഒരു 4 ഓവർ എറിഞ്ഞാൽ പോരല്ലോ. അവിടെ തന്നെ ഒരു ഋതം ഷമിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഷമിയെ തീർച്ചയായിട്ടും മിസ് ചെയ്യും. എങ്കിലും ഒരു ഫിറ്റ്നസ് ഇഷ്യൂസ് ആണ് കാരണം. ബാക്കി ബോളിംഗ് വലിയ പ്രശ്നമില്ല. പിന്നീട് ഇപ്പൊ സ്പിന്നേഴ്സ് ആയിട്ട് കുൽദീപ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പിന്നിംഗ് ട്രാക്ക് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കുൽദീപിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെ യൂസ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബോളിംഗ് വൈസ് വലിയ ഭീകരമായിട്ടുള്ളൊരു പ്രശ്നം വരില്ല. എന്നാൽ ബാറ്റിംഗ് വൈസ് ഇവരെങ്ങനെ ആ ഒരു സ്വിംഗിങ് കണ്ടീഷനിൽ ഫെയർ ചെയ്യും, ഇവിടെയാണ് സീരീസിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിന് ഞാനൊരു മുൻതൂക്കം പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു ബാറ്റേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. അതുപോലെ പ്രോപ്പർ ആയിട്ട് അവർക്ക് ഇന്ത്യക്ക് മികച്ചൊരു സ്കോർ നൽകാൻ കഴിയുമോ, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ബോളേഴ്സിന് തങ്ങളുടെ ഒരു മത്സരം വരുതിയിലാക്കാനായിട്ടുള്ള ഒരു സ്കോർ ബാറ്റേഴ്സ് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും സ്ട്രഗിൾ ചെയ്യും. പിന്നെ ഒരു അറിയാലോ, ഒരു തലമുറ മാറ്റം എന്നൊക്കെ ഒന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു ട്രാൻസിഷൻ ഫേസിലാണ്. അപ്പോൾ ഈ ഫേസിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ബാറ്റേഴ്സ് ആയിരിക്കും ഈ ഒരു സീരീസിന്റെ ഗതി തീരുമാനിക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.